ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. ഭരണകാലത്ത് നിന്ന് വന്നിട്ടുള്ള ഓഡിയൻസിന് എല്ലാവർക്കും കേട്ടോ സ്വാഗതം, വെൽക്കം. തുടങ്ങാനായിട്ട് നമുക്ക് നമ്മുടെ 3 കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം, കലാഭവൻ പ്രചോദൻ, ഷാജു ശ്രീധർ. ഇത് പ്രമാണിച്ചായിരിക്കും അല്ലേ? അടുത്ത പ്രൊമോഷനായിട്ട് ഇറങ്ങിയിരിക്കും. അതെ അതെ. ഏത് പടം പറ, ലുക്ക് മാറുമ്പോ അറിയാം നമുക്ക് പടം ഏതാണ്. പറയൂ. ഇത് കൊറേ കാലം ഉണ്ടാവും. എന്താണ്? ബിഗ് ബ്രദർ സിദ്ദിഖ് സാർ. സിദ്ദിഖ് സാറിന്റെ പടത്തില്ല അതില് ഖാൻ എന്നും പറഞ്ഞൊരു വേഷമാണ്. ജയിലിൽ കിടന്ന ആളാണ്. ജയിലിൽ കിടന്ന വേഷം. ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആർക്കാണ് ഇഷ്ടമില്ലാത്ത? അഭിനയത്തിന് മാറ്റില്ലെങ്കിൽ ഗെറ്റപ്പെങ്കിലും മാറ്റാലോ നമുക്ക്. ഒരു ചേഞ്ച് ഉണ്ട് നമുക്കും. നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പോൺസർ കണ്ടില്ലേ, ആനോ വാഷിംഗ് പ്രോഡക്ട്സ് ആണ്. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് പ്രസൻസ് കോമഡി ഉത്സവം പവർഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ഇനി ഹെൽത്ത് പാർട്ട്ണറിൽ ഒരു ചേഞ്ച് ഉണ്ട്. ലയൺ കാശ്മീർ ഹണിയാണ് നമ്മുടെ ഹെൽത്ത് പാർട്ട്ണർ. കൈരളി TMT നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. അത് അവിടെ ഉണ്ട്, അതവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തുടങ്ങാം നമുക്ക് നമ്മുടെ കോമഡി ഉത്സവം. 3 പേരെ ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടങ്ങാം. എല്ലാവരും നല്ലൊരു കൈഡിയോടുകൂടി. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് കോമഡി ഉത്സവം പവർഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് ആൻഡ് ഹെൽത്ത് പാർട്ട്ണർ ലയൺ കാശ്മീർ ഹണിയിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് ഒന്ന് വീഡിയോ പ്രൊഫൈലാണ്. ഫാറൂഖ് കോളേജിലെ BA മലയാളം 1ാം വർഷ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ആഷിഖ്. മലപ്പുറം സ്വദേശിയായ ഈ കലാകാരൻ ജന്മന അന്ധനാണ്. സംഗീതാധ്യാപകൻ നിസാറാണ് ആഷിഖിലെ ഗായകനെ കണ്ടെത്തിയതും പ്രോത്സാഹിപ്പിച്ചതും. ചെറുപ്പത്തിലെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ ഗായകൻ പിന്നീട് കലോത്സവ മത്സരങ്ങളുടെ ഭാഗമായി. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, മലയാളം പദ്യം ചൊല്ലൽ, ലളിതഗാനം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയെടുക്കാൻ ഈ മിടുക്കന് കഴിഞ്ഞു. കൂടാതെ അമൃതവർഷിണി എന്ന ഗാനമേള പ്രോഗ്രാമിലും ആഷിഖ് പാട്ട് സാന്നിധ്യമാണ്. അകക്കണ്ണിൽ സംഗീതത്തിന്റെ തെളിച്ചവുമായി കർമ്മയാത്ര തുടരുന്ന ആഷിഖിന് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. ഹിന്ദി പാട്ടുകളാണല്ലേ കൂടുതലും ഇഷ്ടം? അതെ, ഹിന്ദി പാട്ട്. ഞാൻ ഹിന്ദി ഇപ്പം അടുത്ത് കുറച്ച് കാലമായിട്ടുള്ളൂ ഫോക്കസ് ചെയ്തിട്ട്. അപ്പോൾ ഹിന്ദിയിൽ ഞാൻ ആദ്യം ഒരു പാട്ട് പാടിയ സമയത്ത് അത് വല്ലാതെ അങ്ങോട്ട് ക്ലിക്കായി പോയി. അത് ശരി. അപ്പൊ പിന്നെ ആ ക്ലിക്ക് അങ്ങനെ അങ്ങ് തുടരട്ടെ അല്ലേ? എല്ലാവരും പറഞ്ഞു ആ പാട്ട് പോകുന്ന സ്റ്റേജിലൊക്കെ കൊണ്ടുപോകണം, അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ലിക്കാവും, നിന്റെ സൗണ്ടിന് അത് നല്ല
കടക്കണ്ണിൻ മുന കൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ കടക്കണ്ണിൻ മുന കൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ അരയെന്നെ പിട പോലെ കുണുങ്ങി നീ നടക്കും അരളിപ്പൂ മിഴികൊണ്ട് കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ പതയ്ക്കും അരയെന്നെ പിട പോലെ കുണുങ്ങി നീ നടക്കും അരളിപ്പൂ മിഴികൊണ്ട് കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ പതയ്ക്കും കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം പെണ്ണെ അടിവച്ച് കുഴഞ്ഞടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം കടക്കണ്ണിൻ മുന കൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ ബ്യൂട്ടിഫുൾ. അപ്പൊ ഒരാഗ്രഹം ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പം ലളിതഗാനത്തിൽ പങ്കെടുത്തു പറഞ്ഞില്ലേ? ഓക്കെ. ഏതായിരുന്നു ലളിതഗാനം? ഞാൻ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചൊരു ഗാനമാണ് രാധികയെന്ന് തുടങ്ങുന്ന ഒരു വളരെ വളരെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഗാനമാണ്. ഞാൻ ഏത് വേദികളിൽ പോവുകയാണെങ്കിലും ഈ പാട്ട് പാടാറുണ്ട്. ഒന്ന് കേൾക്കാതെ. രാധികേ രാധികേ ഘനശ്യാമവർണ്ണന്റെ പ്രിയ നായികേ പ്രജഹൃദയത്തിലെ സുരഗായികേ രാഗിലമാം നിന്റെ മാനസമെന്തിനെ മൂകമേരാവിൽ വിതുമ്പിടുന്നു നിന്റെ മിഴീണ എന്തേ നനഞ്ഞിടുന്നു രാധികേ രാധികേ മുഹമ്മദ് ആഷിഖ്. 2-3 ദിവസം മുമ്പ് എനിക്ക് ഒരു പയ്യൻ നമ്മുടെ കോമഡി ഉത്സവത്തിൽ വന്നാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പയ്യൻ തന്നെയാണ്. എൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് നോക്കി ചേട്ടാന്നും പറഞ്ഞിട്ട് അയച്ചു തന്നിരുന്നു. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രേതം 2 എന്ന് പറയുന്ന സിനിമയിൽ ജയസൂര്യയുടെ ഓപ്പോസിറ്റ് അഭിനയിച്ച വില്ലനാണ്. അതെ അതെ, ഏറ്റവും അവസാനം പറഞ്ഞ അല്ല. അതെ അതെ. അല്ല, അതില് ഒരു സഹതാപം കിട്ടുന്ന വേഷമൊന്നുമല്ല അവൻ ചെയ്തത്. അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. നമുക്ക് ഇന്നവർക്ക് ഇന്നതേ പറ്റുമെന്നുള്ള കുറച്ച് തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ട്. അതും പൊളിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വേറെ സ്ഥലത്തേക്ക് എത്തും. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഈ മോൻ പാടിയത് തന്നെ ഇപ്പൊ വിനീത് ശ്രീനിവാസ് വന്ന വഴിയാണ് മാപ്പിളപ്പാട്ടിലായിരുന്നു സ്കൂൾ യുവജനോത്സവത്തിന് സമ്മാനം കിട്ടിയത്. ആ ഒരു ഒറ്റ ഇനത്തിൽ മാത്രമല്ല 3 ഐറ്റംസിലല്ലേ? അതെ, എല്ലാം ഫസ്റ്റ് ആണ്. എല്ലാം ഫസ്റ്റ് എത്തിയെന്നുള്ള അത് അവൻ്റെ ആഗ്രഹമാണ്, അവൻ്റെ വാശിയാണ്. ഇത് 3ലും ഫസ്റ്റ് കിട്ടണമെന്ന്. അല്ലാണ്ട് ഒഴിഞ്ഞ് അത്ലറ്റിക് മൈൻഡാണ്. അതായത് മറ്റുള്ളവൻ ജയിച്ചോട്ടെ അത് ഓക്കെ, പക്ഷെ എനിക്ക് ജയിക്കണം എന്നുള്ളൊരു മൈൻഡ് വേണം. അപ്പോഴാണ് അവർ മുൻപന്തിയിലെത്തുന്നത്. ഇവരെ പല സ്ഥലത്തും ഇവരെയൊക്കെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അത് ഈ ലിമിറ്റേഷൻ വെച്ച് കാണരുത്.
അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മീഡിയ, മിഥുൻ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്ന മീഡിയയായ റേഡിയോയിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇവരെയൊക്കെ സ്ഥാനം കൊടുക്കണമെന്ന് തന്നെയാണ് 100% എൻ്റെ അപേക്ഷ. അവർ പ്രൂവ് ചെയ്യും, യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇത്രയും പേര് നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുക. അവർക്ക് പറ്റും ഈ 3 ഐറ്റത്തിൽ ഫസ്റ്റ് കിട്ടാൻ, ഇതുപോലെ പാടാനും മാപ്പിളപ്പാട്ടിലും ഇതുപോലെ ഹിന്ദി പാട്ടൊക്കെ പാടാനായിട്ട്. അതുകൊണ്ട് ആഷിഖ് മുഹമ്മദ്, സർ ഇനി നിങ്ങളുടെ കാലഘട്ടമായിരിക്കും, ആയിരിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. താങ്ക് യു സർ. All the best. കൂടെ ആരാ വന്നേ ആഷിഖിന്റെ കൂടെ? കൂടെ ഞാൻ കോളേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ക്ലാസ്മേറ്റ് ആയ ബിലാൽ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് കൂടെ വന്നിട്ടുള്ളത്. അതായത് ഈ കോമഡി ഉത്സവത്തിൽ എനിക്ക് കിട്ടാനുള്ള ഓഡീഷന് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ള ഒരു കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് അവന്. അപ്പൊ ആ ബിലാലാണ് അല്ലേ? കൂടെയുള്ള ബിലാൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബിലാലിനെ ഇങ്ങോട്ടൊന്ന് സ്വാഗതം ചെയ്യാം. ബിലാൽ വരും. പറഞ്ഞോട്ടാ. മുഹമ്മദ് ആഷിഖ് സർ. മോനെ, വളരെ മനോഹരമായ പാട്ടും നല്ല മൂഡ് വരുന്നു കേട്ടോ. താങ്ക് യു സർ. ഒരു കാര്യം പറയാം, മലയാള സിനിമയിൽ ചലച്ചിത്ര പിന്നണി ഗായകനായി അറിയപ്പെടാൻ പോകുന്ന ഒരു നല്ല ഗായകനാണ്. കാരണം നമ്മളതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയത്, മുഹമ്മദ് ആഷിഖ് ഇവിടെ നിന്നൊരു സാധാ പാട്ട് പാടുമ്പോൾ അത് പാടിക്കഴിഞ്ഞതിന് ശേഷം സമ്മാനം കിട്ടിയ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂഡ് വേറെയായിരുന്നു. കാര്യം അതിനകത്ത് നമ്മൾ അങ്ങനെയാണ് സംഗതി ഇതൊക്കെ തിരിച്ചറിയുന്ന അവിടെയാണ്. കാര്യം ഒരു പാട്ട് പാടുമ്പോൾ അതിനകത്ത് എത്രമാത്രം സംഗതിയുണ്ട്, അല്ല എത്രമാത്രം മൂഡിലാണ് ആ പാട്ട് പാടുന്നതെന്ന് നമുക്ക് ആഷിഖ് കാണിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പാട്ട് കേട്ടാൽ പലരുടെയും കാത് തുറക്കും, മനസ്സ് തുറക്കും, ഹൃദയം വരെ തുറന്നു പോകുന്ന മൂഡിലുള്ള പാട്ടാണ്. ആ ഫീല് കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ആഷിഖ്. എല്ലാവിധ പ്രാർത്ഥന ഉണ്ടാകും കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, ഷാജേട്ടാ. മുഹമ്മദ് ആഷിഖ് സർ. നന്നായിരുന്നു കേട്ടോ, അസലായിരുന്നു. താങ്ക് യു സർ. ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുക എന്നൊക്കെ പറയും, നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നൊരു വാക്കാണ്. പക്ഷേ ഇത് ശരിക്കും ആസ്വാദകരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. മാത്രമല്ല മനസ്സ് തുറന്നാ പാടുന്നത്. പൊതുവെ വോയിസ് നല്ലതാണ്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ആനോ വാഷിംഗ് പ്രോഡക്ട്സിന്റെ സമ്മാനമാണ്, ഗിഫ്റ്റ് ഹാമ്പറാണ്. ആഷിഖേ, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ, ഗംഭീരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എല്ലാവരും നല്ലൊരു കേടി കൊടുക്കുന്നത്. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് കോമഡി ഉത്സവം പവർഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് ആൻഡ് ഹെൽത്ത് പാർട്ട്ണർ ലയൺ കാശ്മീർ ഹണിയിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗിന് വരുന്നു മഹേഷ്. ലെറ്റ്സ് വെൽക്കം മഹേഷ്. തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ നന്നായിട്ട് ഓടുന്നതായിട്ട് അറിഞ്ഞു. അതെ, വളരെ നന്നായിട്ട് ഓടുന്നുണ്ട്. നടന്നു വരുമ്പോ തന്നെ ആ വിനീതിന്റെ സ്റ്റൈലിലാണ് നടന്നു വരുന്നത് അല്ലേ? അപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങളുടെ ഡയലോഗാണോ പറയാൻ പോണേ? അല്ല, ഞാൻ വിജയ് സേതുവിക്കാണ്. വിജയ് സേതുപതിക്കാണോ? വിനീതിനല്ലേ? അല്ല, എന്നാലും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഭരണകാലത്ത് നിന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം തണ്ണീർമത്തൻ വളരെ നല്ല അഭിപ്രായങ്ങൾ കേട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ലൊരു സിനിമയാണ്, നല്ല ഫണ്ണാണ്. ഓക്കെ, പുള്ളി സാധാരണ സംസാരിക്കണമല്ലോ സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ ഇന്ന് വിജയ് സേതുപതിക്കാണ് സ്പോട്ട് ഡബിംഗ്. അപ്പൊ സ്പോട്ട് ഡബിംഗ് ഇവിടെ വിഷയമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. 25 வயசுக்கு நல்ல சம்பளம் செட்டிலான யோசிங்க. செட்டிலான என்ன பண்ண போறீங்க? என்கேஜிங் இருக்கு இல்லையா? வாழ்க்கை கற்றுக்கிறதுலையும் கற்றுக்கிட்டு போகிறது தான் வாழ்க்கை இருக்குது. பிரச்சனை இருக்குது இல்லைன்னு சொல்கிறேன், பிரச்சனை ஒருத்தா தீர்க்க முடியாதுன்னு சொல்கிறேன், உள்ள நிறைய பிரச்சனை இருக்க சொல்கிறேன். அது ஒரு சமயத்துக்கு ஒரு செகண்ட் சொல்கிறது இல்லைன்னு சொல்கிறேன். அதாண்டி நீங்கள் வேறு என்ன தெரியும், நீங்கள் வேறு அடிக்கிட்டு போகிறீங்க. உங்களுக்கு கிடச்சிச்சு, நீங்கள் வேறு எதிர்பார்க்குறீங்க. இல்லை இது எப்போ முடிக்கிறான்னு பாப்போம், நீங்கள் சொல்லுங்கள். அவரோட பொறுத்திருக்கா நம்ம வேற பொட்டிக்கிற பசங்க அவள்தான், அதான் நம்ம விதி. ஏய், நீ விதி ஆயமாற சொல்லினாரு. லைஃப்பில் சான்ஸ் வந்து சரி நான் பிடின்னு கையில் பிடிக்கணும்னா உனக்கு தேவைன்னா நீ ட்ரை பண்ணதுக்கு தான் நீ போறியா அச்சு. நான் இப்போ இருக்கிற கோத்தோட்ட அந்த கிளி வளம் கேட்கணும். அவன் அச்சா மூஞ்சி கிடிச்சு கதோட்டு கால போக. இன்னும் அதே டயலாகே சொல்லிட்டு இருக்கானே. நீ என்ன சொன்ன? நான் என்ன சொல்ல, அவ சொன்னது எனக்கு புரியுதுக்கு. நான் என்ன சொல்ல, எனக்கு வேலை இல்லை, வருமானம் இல்லை, அதில் இதில்னு சொன்னேன். அவ விடுற மாதிரி இல்லை, வேற வழி இல்லை. உண்மை சொன்ன, உன்னை பத்தி சொன்ன. அந்த மாதிரி வளர்ந்த அந்த புள்ள வாழ்க்கை நல்லா இருக்குமா? அப்படி நான் என்ன பண்ணிட்டேன்? நான் விட்டுக்கிறது இல்லையா, முடி விட்டுக்கிறது இல்லையா? அப்படி எனக்கு பிடிச்ச மாதிரி என்னோட மாத்திக்கிட்டேன். இதுல என்ன தப்பு இருக்கு?
ടിങ് ടോങ്. ഓ ഗംഭീരാണ് കേട്ടാ, ഗംഭീരം. ചെഞ്ചേട്ടാ 3 പേര് എഴുന്നേറ്റത് സല്യൂട്ട്. പറയാൻ വാക്കുകളില്ല. നമ്മൾ ഓരോ തവണ ഞെട്ടിക്കാറുണ്ട്, പക്ഷെ ഇത് വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ്. അതായത് ഭയങ്കരമായിട്ട് അസാധ്യം, ഓസം. എന്താ വാക്കുകളില്ല, പുതിയ വാക്കുകൾ കണ്ടുപിടിക്കണം. കൂളായിട്ട് വന്നിട്ട് ചെയ്തിട്ട് പോയത് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല, വന്നിട്ട് ഒരു റീടേക്കും ഇല്ല. എത്ര പോർഷനാണ് വിജയ് സേതുപതി ശ്രമിച്ചാൽ പോലും 1 മാസം കൊടുക്കുന്നത് കറക്റ്റ് ഡബ് ചെയ്യണമെങ്കിൽ. പല രീതികളിലാണ് ഇൻ്റർവ്യൂസ്, അത് സിനിമ, പല വേരിയേഷൻസ്. 96-ൽ ഭയങ്കര ലോ ആയിട്ടാണ് ചെയ്തത്. മോനെ ഒന്നും പറയാനില്ല മോനെ, ഗ്രേറ്റ്. താങ്ക് യു ഏട്ടാ. ഇതിനെ ഇത് പറഞ്ഞ പോലെ തന്നെ ടിനി പറഞ്ഞ പോലെ നമുക്കിത് എന്താ പറയുക, ഭയങ്കര അതിശയമാണ്. കാര്യം ഇവരൊക്കെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ മോനൊക്കെ ആ വിനീത് ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞ് ഒരു മുക്കല് മൂളൽ പോലും ഒന്നും മാറ്റി വെക്കാനില്ല. നമ്മൾ ഞെട്ടിപ്പോയത് ഇപ്പോൾ വിജയ് സേതുപതി അല്ല ഏത് സ്റ്റാർ പറഞ്ഞാലും അതിനൊരു ടോൺ ആര് പിടിച്ചാലും അതിനൊരു ഒരു വരയുണ്ട്. അതിനപ്പുറത്തേക്ക് പോലെ ചിലർ ടോപ്പ് പിടിക്കും, ചിലർ താത്തൊക്കെ പിടിക്കും. ഇത് വിജയ് സേതുപതി ഡയലോഗ്സ് പറഞ്ഞപ്പോൾ താഴെ ഉള്ള നമ്മുടെ ഇപ്പോൾ ഈ 96-ലെ ആ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സൊക്കെ എന്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു ജീവനുള്ള മിമിക്രി അല്ലെ സ്പോട്ടപ്പ് എന്നൊക്കെ പറയും. ചില പാട്ടുകളൊക്കെ പോലെ ജീവനുള്ള പാട്ടുകളല്ലെ കവിതകളെന്നൊക്കെ പറയുന്ന പോലെ ജീവനുള്ള സ്പോട്ടപ്പാണ് ഇവിടെ കാഴ്ചവെച്ചത്. അതേ എടുത്തു പറയാൻ പറ്റുള്ളൂ. കാര്യം വേറൊന്നും പറയാൻ പറ്റില്ല. കണ്ടിരുന്നു പോയി. സൂപ്പർ, ബിഗ് സല്യൂട്ട്. താങ്ക് യു ഏട്ടാ. മഹേഷ്, നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ വിനീത് ശ്രീനിവാസൻ സാധാരണഗതിയിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും അതുള്ള സ്ഥിതിക്ക് വേറൊരു താരത്തിലേക്കുള്ളൊരു ഡൈവേർഷൻ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും വിനീത് ശ്രീനിവാസൻ്റെ കൂടെ ഒരു കയറി വരും, ആ വോയിസും കൂടെ കയറി വരാറുണ്ട്. പക്ഷെ ഒട്ടുമില്ലാതെ ശരിക്കും വേറൊരു താരത്തിൻ്റെ പെർഫെക്റ്റ് സൗണ്ടായിരുന്നു വിജയ് സേതുപതിയുടെ ഇപ്പോൾ ചെയ്തത്. ഗംഭീരമായിരുന്നു, ഗംഭീരമായിരുന്നു, ഒന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആനോ വാഷിംഗ് പ്രോഡക്ട്സിന്റെ ഗിഫ്റ്റ് ആകുമ്പ മഹേഷ് ഗംഭീരമാണ്. എല്ലാവരും നല്ലൊരു കഴിയും മഹേഷ്. താങ്ക് യു മഹേഷ്. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് കോമഡി ഉത്സവം പവർഡ് ബൈ കർലി TMT സ്റ്റീൽ ബാസ് ആൻഡ് ഹെൽത്ത് പാർട്ട്ണർ ലയൺ ഹണിയിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ആരാണ് വരുന്നത് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കോമഡി ഉത്സവ വേദിയിൽ ആടിപ്പാടാനെത്തുന്ന ബ്രിട്ടോ ആൻഡ് ബ്രോണോ. അയർലൻഡിൽ ജനിച്ചു വളർന്ന ഇവരുടെ മാതാപിതാക്കളുടെ കുടുംബം കേരളത്തിൽ അങ്കമാലിയാണ്. 8 വർഷമായി ബ്രോണോ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്. 2017 വേൾഡ് മലയാളി കൗൺസിൽ കലാതിലകമായിരുന്നു ബ്രോണോ. 8 വർഷമായി ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിക്കുന്ന ബ്രിട്ടോ വിയന്നയിൽ നിന്നും ഗ്ലോബൽ യൂത്ത് ഐക്കൺ പുരസ്കാരം നേടിയിട്ടുണ്ട്. നിരവധി രാജ്യങ്ങളിൽ പാട്ടും നൃത്തവുമായി തരംഗം തീർത്ത ഈ സഹോദരങ്ങൾ എണ്ണമറ്റ പുരസ്കാരങ്ങളും ഇതിനോടകം നേടിയെടുത്തിട്ടുണ്ട്. മെഡിസിൻ വിദ്യാർത്ഥിയാണ് ബ്രിട്ടോ. +2 പഠിക്കുകയാണ് ബ്രോണോ. അവിസ്മരണീയ പ്രകടനങ്ങളുമായി കലായാത്ര തുടരുന്ന ബ്രിട്ടോയ്ക്കും ബ്രോണോയ്ക്കും കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം.
ഭയങ്കര ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ രണ്ടുപേരുടെയും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കൺഫ്യൂഷൻ എവിടെ വെച്ചാൽ ആരെ നോക്കണം എന്നായി പോയി. ഒരാളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മള്. ബ്രില്യൻ പെർഫോമൻസ് ആണ് കേട്ടോ. അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്, അയർലൻഡിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ, ഞങ്ങള് ഫാമിലി ആയിട്ട് ഇപ്പൊ വെക്കേഷൻ വന്നതാണ്. ആണല്ലേ? ഓക്കെ, അത് ശരി. ഇപ്പൊ അവിടെ ഹോളിഡേ ആണോ? ഞങ്ങളുടെ ഇപ്പൊ അവിടെ ഹോളിഡേ ആണ്. അത് ശരി. അത് സമ്മർ വെക്കേഷൻ ആണ്. സമ്മർ വെക്കേഷൻ. അത് ശരി, ഓക്കെ. അപ്പോ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവരുടെ രണ്ടുപേരുടെയും അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി പേരപ്പാടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിൽ നിന്നും അവിടുത്തെ കോർപ്പറേഷനിലല്ലേ, അവിടുത്തെ കൗണ്ടിയിലെ കൗൺസിലർ ആണല്ലേ. ആദ്യമായിട്ടൊരു മലയാളി അവിടുത്തെ ഒരു കൗണ്ടി കൗൺസിലർ ആവുന്നത് ഇത് ഇവരുടെ രണ്ടുപേരുടെ അച്ഛനാണ്. ലെറ്റ്സ് വെൽക്കം ബേബി പേരപ്പാടൻ ആൻഡ് മിസ്സസ് ബേബി പേരപ്പാടൻ ഓൺ ഹിയർ ഓൺ സ്റ്റേജ്. പ്രത്യേകമായിട്ട് എടുത്ത് പറയട്ടെ, എനിക്കറിയാം, കാരണം ലണ്ടനിൽ പിന്നെയും എനിക്ക് തോന്നുന്നു പിന്നീട് അല്ലേ എന്ന് വെച്ചാൽ മലയാളികൾ ഇത് ചെയ്തിട്ടുണ്ട്. അയർലൻഡിൽ ആദ്യത്തെ ഒരു മലയാളി കൗണ്ടി കൗൺസിലറായിട്ട് മത്സരിച്ച് ജയിച്ച ആള് എന്ന് പറയുന്നത് ശ്രീ ബേബി പെരപ്പാടനാണ്. വലിയ സന്തോഷം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, വലിയ സന്തോഷം. അപ്പൊ അവിടുത്തെ കൗണ്ടി കൗൺസിൽ ഇലക്ഷനിലോട്ട് അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടൊന്ന്. 2014 ഞാൻ അവിടുത്തെ ഫിനഗേൽ ഭരണകക്ഷിയായ ഫിനഗേൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 2019 എനിക്ക് സീറ്റ് തന്നു. ഈ സീറ്റ് തന്നത് ഞങ്ങൾ ടാല കൗണ്ടി കൗൺസിൽ, സൗത്ത് ഡബ്ലിൻ കൗണ്ടി കൗൺസിലാണ്. അതിൻ്റെ അകത്ത് 11 പേരാണ് ഞങ്ങൾ മത്സരിച്ചത് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന്. അതിൻ്റെ അകത്ത് രണ്ടാമതായിട്ട് ഞാൻ വിജയിച്ചു വന്നു. നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചു വന്നത്. പിന്നെ നമ്മുടെ മലയാളികളുണ്ടോ അവിടെ? ഒരുപാട് പേരുണ്ടോ? അതാണോ നമുക്ക് ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കാരണം? മലയാളികളായിട്ട് 196 വോട്ടേഴ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. 38,546 വോട്ടേഴ്സും ഉണ്ട്. തീർച്ചയായിട്ടും ആരിഷുകാരുടെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. ആരുടെയാണ്? ആരിഷുകാരുടെ കൗൺസിലിൽ എനിക്ക് നല്ല പൊസിഷൻ കിട്ടി. ഭരണം കിട്ടിയതിന് ശേഷം JPC മീൻസ് ജോയിന്റ് പോലീസിംഗ് കമ്മിറ്റി ചെയർമാനാക്കി തന്നെ അത് വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു. ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ഭരണം മുഴുവൻ അവിടെ ആയതുകൊണ്ട് വീട്ടില് ഭരണത്തിന്റെ ആളായിരിക്കും ഈ കലയുടെ ഒക്കെ പുറകിലല്ലേ? അല്ല, പുള്ളിക്കാരിയാണ് ഇതിന് കൂടുതൽ പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അത് ശരി, ഓക്കെ. അല്ല, ഞാൻ ഈ ഫാമിലി വർക്കാണ്. ഗൃഹനാഥൻ ജനസേവനം, വൈഫ് ആതുര സേവനം, മക്കള് കലാസേവനം. അല്ല, എല്ലാവരും സെലിബ്രിറ്റീസാണ്. ബ്രോണയുടെ ഡാൻസ് മികച്ചതായിരുന്നു കേട്ടോ. വെരി പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ആ ഫേസ് എക്സ്പ്രഷനൊക്കെ ഈ ഷംന കാസിമൊക്കെ ചെയ്യുന്ന രീതിയിൽ ആ ലെവലില് എക്സ്പ്രഷൻസ് ഒക്കെ തോന്നുന്നത്. മോൻ പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഇപ്പൊ മിഥുൻ ജയരാജ് സാറിന്റെ കൂടെയാണ് പഠിക്കുന്നത്. ഓക്കെ, അസലായിട്ട് പാടിയിട്ടാ. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടായതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നി ഇനിയും കുറച്ചും കൂടി നന്നാക്കാനുള്ളൊരു സ്പേസ് കിടപ്പുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോൾ മോന് മനസ്സിലാവും കുറച്ചും കൂടി പ്രൊഫഷണൽ. ഞാൻ ഇതിപ്പോൾ ഭയങ്കര ഗംഭീരമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാക്കാൻ ശ്രമിക്കില്ല. അപ്പം ഞാൻ ഈ പാട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ കുറേ ഇപ്പം ശങ്കർ മഹാദേവൻ്റെ പോലെ ഒന്നും പറ്റില്ല, പക്ഷെ എങ്കിലും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പോളിഷ് ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും. കാരണം അതിന് കൂടെ ഉള്ളത് ഗംഭീര പെർഫോമറാണ്. അതുകൊണ്ടാണ് നല്ല സ്വരമാതിരി ഉണ്ട്, നല്ല ശബ്ദമാണ്, ഐഡന്റിറ്റി ഉള്ള വോയിസ് ആണ്. എനിക്ക് കേട്ടിട്ട് കുറച്ചും കൂടി നന്നാക്കിയാൽ ഇനി ശോഭിക്കുന്നതാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. ഫാദറിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ പോയി ജയിച്ചാളെ ഞാൻ നന്നാക്കേണ്ട ആവശ്യമില്ല. എത്താവുന്നതിന്റെ പരമാവധി എത്തിയിട്ടുണ്ട് ഒരു മലയാളി. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ചേട്ടാ, ആദ്യം തന്നെ ഞങ്ങൾ വിജയാശംസകൾ നേരുകയാണ്. കോമഡി ഉത്സവത്തിന്റെ പേരിൽ ഒരു ജയിച്ചു വന്ന ഒരാൾക്ക് ഞങ്ങളുടെ വക ഒരു വിജയാശംസ നേരുകയാണ്. ബ്രിട്ടോ ആൻഡ് ബ്രോണ ഗംഭീരമായിരുന്നു കേട്ടോ. പാട്ട് അസലായിരുന്നു. അതുപോലെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ആദ്യം പറഞ്ഞാൽ രണ്ടുപേരുടെ മുഖത്ത് ആരുടെ മുഖത്ത് നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വന്നു. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു രണ്ടുപേർക്കും. അപ്പോൾ ഒരു നല്ല കുടുംബം ഇനി പറഞ്ഞ പോലെ ഇനിയും അവിടെ വെച്ച് കാണാം. ഇവിടെ നിന്നുള്ള കോമഡി ഉത്സവത്തിൻ്റെ ഒരുപാട് കലാകാരന്മാരെ അവിടേക്ക് ക്ഷണിക്കുക അല്ലേ? അതെ, അതാണ് ഏറ്റവും എടുത്തു പറയാൻ. കറക്റ്റാണ്, പ്രചോട്ടം പറഞ്ഞു തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് അവിടെ വേദി ഒരുക്കാൻ താങ്കളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് വളരെ വലിയ കാര്യമായിരിക്കും. അല്ല, അതിലും ഇതിനെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വെളിയിലുള്ള ഇവരെ പോലുള്ള പ്രവാസികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വലിയൊരു മനസ്സിന് പ്രത്യേകമായൊരു താങ്ക്സ് പറയുകയാണ് അങ്ങനെ ചെയ്യുന്നത്. താങ്ക് യു ഷാജേട്ടാ. നല്ല പെർഫോമൻസ് ആയിരുന്നു, രണ്ടുപേരും അസലായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ ബേബി ചേട്ടനോട് പറയാനുള്ളത്, നമ്മൾ ഇവിടുത്തെ പോലെ അവിടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുമോ അതോ ഇതുപോലെയാണോ? ഇവിടത്തെ പോലെ ഒരിക്കലും അവിടെ സാധിക്കില്ല. കാരണം നമ്മളുടെ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ 5 വർഷം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ജയിച്ചു കാര്യത്തില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അവിടെ സാധിക്കും. പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും.
എന്ന് കരുതി 100% ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതെ, അതെ. പേര് മാറ്റേണ്ടി വരും, രാഷ്ട്രീയക്കാരെന്നുള്ള പേര് മാറ്റേണ്ടി വരും 100% ചെയ്താൽ. അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്ക് വലിയ സന്തോഷം. കാരണം മറ്റൊരു നാട്ടിൽ നമ്മൾ ജനസേവനായിട്ടൊരാളെ നമ്മൾ അവിടെ ജയിച്ചു വരുന്ന ഒരാളെ കാണുമ്പോൾ വലിയ സന്തോഷം. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചോദിക്കും. താങ്ക് യു. രണ്ടുപേരും നന്നായിരുന്നു. ഇടയ്ക്ക് ഒരു 2 സ്റ്റെപ്പ് മാത്രമേ ബ്രിട്ടോ അല്ലേ? കുറച്ചുകൂടെ ഇടയ്ക്ക് ജോയിൻ ചെയ്യായിരുന്നില്ലേ? വിട്ടോ ഇത് തന്നെ കറങ്ങി എങ്ങനെയാന്ന് വിട്ടോക്ക് അറിയാം. നന്നായിരുന്നു, നല്ലായിരുന്നു. പാട്ട് നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഞാനൊന്ന് ടിൻചേട്ടനെ ഒന്ന് ഇങ്ങോട്ട് വേദിയിലോട്ട് ക്ഷണിച്ചോട്ടെ. രണ്ട് പേർക്കുള്ള സമ്മാനം ആനോ വാഷിംഗ് പ്രോഡക്ട്സിന്റെ സമ്മാനം ബ്രോണോയ്ക്കും ബ്രിട്ടോയ്ക്കും. ഒപ്പം നമുക്ക് എന്തായാലും ഒരു മലയാളി നമ്മുടെ ഇടയിൽ നിന്ന്, ഇവിടെയുള്ള ഒരു മലയാളി അയർലൻഡിലെത്തി, തീർച്ചയായും മലയാളികളുടെ പേര് ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്ന രീതിയിൽ അവിടെ ഒരു കൗണ്ടി കൗൺസിലറായിട്ട് ജയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും കോമഡി ഉത്സവത്തിന്റെ വേദി അദ്ദേഹത്തെ ആദരിക്കുന്നു എല്ലാ മലയാളികളുടെയും പേരിൽ. അയർലൻഡിലെ ഡബ്ലിൻ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി, കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. ടെൻഷനാ ശ്രീ ബേബി പേരപ്പാട്. ബേബി ചേട്ടനോട് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർക്ക് ഇവിടെ നമ്മൾ വേദി കൊടുക്കുന്നുണ്ട്. പ്രവാസികളായിട്ടുള്ള നിങ്ങളെപ്പോലെ സ്വാധീനമുള്ള ആൾക്കാർ വെളിയിൽ നിന്ന് വിചാരിക്കുമ്പോഴാണ് അവർക്ക് വേദികൾ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് വേദികൾ കൊടുക്കാനും കൂടി ഉള്ള ഒരു അപേക്ഷ ഈ സമയത്ത് പറയും കേട്ടോ. തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നതായിരിക്കും. കാരണം തിരക്കുകളുണ്ട്, അറിയാമല്ലോ. എങ്കിലും പരമാവധി ശ്രമിക്കും. ആണ്. താങ്ക്സ് അലോട്ട്. അത് മതി, ആ ഒരു ഓർമ്മ മതി. താങ്ക് യു എല്ലാവരും. നല്ലൊരു കൈഡി കുടുംബത്തിന്. താങ്ക് യു നിഞ്ചേട്ടാ. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് കോമഡി ഉത്സവം പവർഡ് ബൈ കൈർലി TMT സ്റ്റീൽ ബാസ് ആൻഡ് ഹെൽത്ത് പാർട്ട്ണർ ലയൺ ഹണിയിൽ ഇനി മിമിക്രി കോമ്പറ്റീഷനായിട്ട് ഇവിടെ എത്തുന്നു അരുൺ സക്രിയ ആൻഡ് ജിതിൻ. വെൽക്കം. ജിതിൻ എവിടാണ് വീട്? എവിടെയാണ് ജിതിൻ? തലശ്ശേരി. തലശ്ശേരിയാണ്. നേരത്തെ വന്നിട്ടുള്ളതല്ലേ ജിതിൻ? താടിയൊക്കെ വലുതാക്കി? അതാ വലുതാക്കി. ലുക്ക് കുറെ മാറ്റിയിട്ടുണ്ടല്ലേ? ജിതിൻ, അപ്പോ ഇന്ന് ആരൊക്കെയാ ലിസ്റ്റിലുള്ള? ലിസ്റ്റില് ലാല്, പൃഥ്വിരാജ്, ദുൽഖർ. അരുൺ സക്കറിയ ആദ്യമായിട്ടല്ലേ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. വീട് എവിടെയാണ്? കോട്ടയമാണ്. കോട്ടയം പാമ്പാടിയാണ്. ശരി. ആ പാമ്പാടിക്ക് അടുത്തുള്ള ഭരണങ്ങാനം ആൾക്കാർ അതായിരിക്കുന്ന മുഴുവൻ. ഓക്കെ. അപ്പോ എന്ത് ചെയ്യുന്നു താങ്കൾ? ഞാൻ 3 വർഷം ഗൾഫിലായിരുന്നു. പാട്ടിനോടുള്ള താല്പര്യം കൊണ്ട് ജോലി കളഞ്ഞ ശിഫം. അത് ശരി. എവിടെയായിരുന്നു? ഗൾഫിൽ എവിടെയായിരുന്നു? റിയാദിലായിരുന്നു. അത് ശരി. അപ്പോ ആരൊക്കെ ലിസ്റ്റിലുള്ള? എനിക്ക് SP ബാലസുബ്രഹ്മണ്യത്തിന് സാറ്, പിന്നെ ബിജു നാരായണൻ ആൻഡ് മനോ. എക്സലന്റ്. ജിതിൻ, നമ്പർ പറയൂ. 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. ലാൽ ലിസ്റ്റിലുള്ളതാണ്. കേൾക്കാം. ഈ പുറത്ത് വീടുന്നാർന്ന കോരേന്ന് യാത്ര തുടങ്ങുമ്പോ കയ്യിൽ കരുതാറത് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ക്യാപിറ്റലായിട്ട് ആത്മവിശ്വാസം, പിണ്ടലഹരിയോടുള്ള അടങ്ങാത്ത ആർത്തി, എടുക്കിലഹരി അധികാരമായിരുന്നു. ഭരിക്കാൻ, ശിക്ഷിക്കാൻ ഏതൊരു പട്ടണത്തിലെയും മനുഷ്യ ജീവന്റെ തലവര മാറ്റി എഴുതാൻ കെൽപ്പുള്ള അധികാരത്തിന്റെ ലഹരി. എന്റെ അടുത്ത് അത് ഈ പറഞ്ഞത് എല്ലാം വിട്ടെറിഞ്ഞു പോവാൻ. ഇത് ഡെവിൻ കാർലോസ് പടമാണല്ലോ അല്ലേ? അപ്പോ നമ്പർ പറയൂ. 1-നും 16-നും ഇടയിൽ. 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. പൃഥ്വിരാജ് ഇവിടെ ലിസ്റ്റിലുണ്ട്. വരാം, ട്രൈ ചെയ്യാം. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കും. അറിയാത്തതല്ലേ, അത് പ്രശ്നമല്ല. പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ജിതിൻ ലിസ്റ്റിലുണ്ടല്ലോ പൃഥ്വിരാജ്. കേൾക്കാം. മെമ്മറിസ് ചിത്രത്തിൽ ഇമോഷണലായിട്ട് കൊള്ളാം. ഇതാണ് ഈ പുരോഹിതവർഗ. എന്തിനും ഏതിനും ഒരു ഉത്തരമുണ്ട്. പട്ടിണിയും കഷ്ടപ്പാടുമായി നരകിക്കുന്നൊരു നീതിമാനെ ചൂണ്ടിക്കാണിച്ചു തന്ന നിങ്ങൾ പറയും സ്വർഗത്തിലേക്കൾ വഴി ഇടിഞ്ഞതും കല്ലും മുളം നിറഞ്ഞതാണെന്ന്. എനിക്ക് നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒന്ന് തിരിച്ചു തരാൻ നിങ്ങളുടെ ദൈവത്തിന് സാധിച്ച അന്ന് ഞാൻ അച്ഛനെ അനുസരിക്കും. അതുവരെ എന്നെ വെറുതെ വിട്ടക്കച്ചോ. അപ്പൊ ഇനി അടുത്ത നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. പാഷാളം ഷാജി സാജുന്ന പോലെയാ. അടുത്ത എന്റെ ഐറ്റമാണ്. അയ്യോ അയ്യോ പാത്തുന്റെ ഐറ്റം.
പോയാൽ മൈക്കിന്റെ സ്റ്റാർട്ട് എടുത്ത് തലക്കിട്ടിയായിരിക്കും. പക്ഷെ കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? നമ്മൾ പിടിക്കാൻ നോക്കിയതാ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത നമ്പർ പറയും. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. നിവിൻ പോളി. ആ തട്ടമൊന്നും മാറ്റിയ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല. അല്ലയോ മഹാനുഭാവ, ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനത്തിൽ ഏർപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നു. കുഴപ്പമില്ല. ഓക്കെ ജിതിൻ, ലാസ്റ്റ് നമ്പർ. നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ബിജു നാരായണൻ ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്. വരാം. ദൂരെ ദൂരെ ഇതൾ വിരിയാനൊരു സ്വപ്നം. നീയായിരുന്നു. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ക്രൂരത. പക്ഷെ അത് ഓർത്ത് പാടിയല്ലോ. ഇപ്പൊ പുതിയ പടത്തിലെ പാട്ടല്ലേ അല്ലേ? മറ്റേ ജയസൂര്യയുടെ ഞാൻ മേരിക്കുട്ടിയിലെ അല്ലേ? അപ്പൊ വിജയനാരായണൻ ലിസ്റ്റിലുണ്ടല്ലോ. ഉണ്ട്. കേൾക്കാം. പത്ത് വെളുപ്പീന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. പത്ത് വെളുപ്പീന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അപ്പോ ലാസ്റ്റ് നമ്പർ താങ്കളുടെ. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. പ്രേം നസീർ. മണ്ടിപ്പെണ്ണെ, ഇങ്ങോട്ട് മാറി നിൽക്കൂ. നിന്നെ ഞാനൊന്ന് കാണട്ടെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല. സമാധാനം. കുഴപ്പമില്ല, എന്നാലും കോൺഫിഡന്റ് ആയിട്ട് അത് ചെയ്തല്ലോ. അതല്ലേ വള്ളിയാര്. തിരിച്ചേട്ടാ ഒന്ന് വരൂ. 2 പേരുടെ 3 നമ്പർ കഴിഞ്ഞു. ജിത്തിന്റെ ലിസ്റ്റിൽ ഇനി ഒരേ ഒരാളും കൂടിയേ ഉള്ളൂ ബാക്കി അല്ലേ? അതെ. ഓക്കെ, എന്താണ് കാണിക്കണത്? എന്തിനാ ഔട്ടാവണത്? ഓ ശരി, ഞങ്ങൾ സംസാരിക്കുന്ന പ്രശ്നം. ഞങ്ങൾ മരിച്ചോട് കെട്ടിപ്പിടിച്ച് തുടങ്ങി. നിനക്ക് എന്താണ്? ഞാൻ പോകണ നീ ഔട്ടാ വരുന്ന. നിങ്ങോട്ട് പോയേ. നീ എങ്ങോട്ട് പോയി കിടക്കണ്? നിങ്ങോട്ട് പോയിരുന്നേ പോ. ഈ പാട്ടുകളിലോട്ട് കിടക്കാം. SPB അല്ലേ? SPBയുടെ ട്രാക്ക് പ്ലീസ്. ശങ്കര നാദശരീ
നിർത്തിക്കാൻ തോന്നിയില്ല, അത്ര ഗംഭീരമായിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഒരാളും കൂടി ഉണ്ട് ലിസ്റ്റില്. യെസ്. ആരാണ്? മനോ. മനോ. മനോയിലോട്ട് പോ. துளியிலே ஆட வந்த வாக்கு விண்ணிலக்கே ஆழியிலே கண்டெடுத்த புதகாடி முத்தே தொட்டில் மேலே முத்துமால வண்ண பூவாய் விளையாடு சின்ன தம்பி பாடு துளியிலே ஆட வந்த வானத்து மின் விளக்கே ஆழியிலே கண்டெடுத்த அற்புதகாடி முத்தே. ഇതിനിടയ്ക്ക് രഹസ്യം പറഞ്ഞ് ടിൻചന്റെ കൂടെ പാടിയിട്ടുണ്ടെന്നല്ലേ? ടിൻചന്റെ കൂടെ പാടിയിട്ടുണ്ടോ? എവിടെ വെച്ചിട്ടാണ്? വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പഗിരി ഹോസ്പിറ്റലിന്റെ ഒരു വലിയൊരു മെഗാ ഷോ വന്ന സമയത്ത് അന്ന് സ്റ്റേജിൽ ഫാസ്റ്റ് സോങ്ങും മെലഡി ഞാനായിരുന്നു അന്ന് പാടിയത്. അരുൺ സക്രിയ. യെസ്. സ്റ്റേജിൽ ഒന്നും ചെയ്യണ്ട, ശബ്ദം കേട്ടാൽ മാത്രം മതി. മാറിയെന്ന് ഇങ്ങനെ കേട്ടാലും എന്തൊരു പെർഫെക്ഷൻ ആണെന്നറിയൂ. പ്രൊഫഷണൽ സിംഗർ ആണ് അല്ലേ? യെസ്. പാട്ട് പഠിച്ചിട്ടുണ്ട്. 10 വർഷത്തോളം പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? എല്ലാ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ചെറിയ സ്റ്റേജാണ് താങ്കൾക്ക്. കോമഡി ഉത്സവത്തിൽ വരേണ്ട ഒരാളല്ല നിങ്ങൾ. യഥാർത്ഥത്തിലൊരു ഇതൊരു മോശം സ്റ്റേജ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾ വേറൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. പാടാൻ സ്വന്തം ഐഡന്റിറ്റി ഉള്ള. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സ്ഥലം വിട്ട് പുറത്തേക്ക് പോയതാണ് താങ്കൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടത്. പക്ഷെ അത് ചിലപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സമയങ്ങളുണ്ട്. ചിലപ്പോൾ ഇനി താങ്കൾക്ക് വെച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇനി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. തീർച്ചയായിട്ടും ചോദിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. എവിടെയാണെങ്കിലും താങ്കളുടെ ശബ്ദം നോട്ടീസ് ചെയ്യപ്പെടട്ടെ. ഒരുപാട് അവസരം കിട്ടട്ടെ. ജിതിനിലൊരു മിമിക്രിക്കാരനെ എന്നേക്കാൾ കൂടുതൽ ഒരു ആക്ടർ കിടപ്പുണ്ട്. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കാരണം ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളൊരു സംഭവത്തിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള വഴിയാണ് മിമിക്രി എന്നുള്ളത്. കാരണം ഇപ്പൊ എവരി മാൻ ഈസ് ആൻ ആക്ടർ. കാരണം ഈ തണ്ണിമത്തൻ ദിനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ അങ്കമാലി ഡയറീസ് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ ഇപ്പൊ വീണ്ടും പ്രൂവ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഡിഷൻസ് വരുമ്പോൾ അതിലേക്ക് പോകണം. പോകാറുണ്ട്. 29 ഓഡിഷനോളം അറ്റൻഡ് ചെയ്തു. ട്രൈ അതാണ് ആ പ്രതീക്ഷയോട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിങ്ങൾ പോരുത്. അല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോരുത് ഒരിക്കലും. അത് മോശമല്ലെന്നല്ല പറയുന്നത്. നിങ്ങളൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആർട്ടിസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ശ്രമങ്ങൾ നടത്തുക. അംഗീകരിക്കപ്പെടും. മിമിക്രി നന്നായിരുന്നിട്ടാ, അല്ലെങ്കിൽ അതൊരു സംശയമില്ല. അതിനേക്കാൾ കൂടുതൽ ഞാനൊരു ആക്ടറെ കാണുന്നുണ്ട്. ഇതിൽ അരുൺ സക്കറിയ മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരമായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് എന്ന് പറയാം. കാരണം ജിതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ലാൽ സാറിൻ്റെ ചെയ്ത് നമ്മൾ നേരെ പൃഥ്വിരാജിലേക്ക് വന്നു, അത് കഴിഞ്ഞ് ദുൽഖർ വന്നു. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ നേരത്തെ മിമിക്രി പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണോ അതോ നേരത്തെ മിമിക്രി ചെയ്തിട്ടുണ്ടോ അതോ കോമഡി ഉത്സവത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കി? കോമഡി ഉത്സവത്തിന് നേരത്തെ വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ആക്ടർ വോയിസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ നാച്ചുറൽ വോയിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ജിതിൻ പറഞ്ഞ പോലെ 79 ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേദിയിൽ വന്ന് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് പ്രകടനം ചെയ്തു. അത് പെർഫെക്ഷനാണ് കേട്ടോ. ഒരു സ്റ്റാർ പോലും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ വന്ന് ഇവിടെ അനുകരിക്കുമ്പോൾ ഒരുപാട് പേര് ചെയ്തു പോയ സ്റ്റാർസുകളാണ്. വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതുപോലെ അരുൺ, ഈ പറയുന്ന അരുൺ കോമഡി ഉത്സവത്തിൻ്റെ പ്രേക്ഷകർ മാത്രമല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിജു നാരായണൻ്റെ ഫാൻസിനെ കിട്ടും, മനോയുടെ ഫാൻസിനെ കിട്ടും, SPBയുടെ ഫാൻസിനെ കിട്ടും. ഇത്രയും ഫാൻസിനെ കിട്ടും. കാര്യം വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. ഈ ബിജു നാരായണനൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നത് ഈ വരികളെ പ്രേമിച്ച് പാടുന്ന ആളാണ്, വരികളെ ഇഷ്ടപ്പെട്ട് പാടുന്ന ആളാണ്. എന്ന് പറഞ്ഞ പോലെ താങ്കളും വരികൾ ഇഷ്ടപ്പെട്ട് പാടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗി കേൾക്കാനായിട്ട്. വളരെ ഗംഭീരമായിരുന്നു, യാതൊരു സംശയം വേണ്ട. ഇഷ്ടം പോലെ പ്രോഗ്രാം കിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് രണ്ടുപേരും. ഇതിൻ നന്നായിരുന്നു കേട്ടോ. 3 വോയിസും അസലായിരുന്നു. ഈ പറയുന്ന 29 ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 79 അല്ലേ? അല്ലേ 79 ഓഡീഷൻ. ഓക്കെ. പക്ഷെ അതിനൊക്കെ ഏറ്റവും കൂടെ മൈലേജ് ആയിരിക്കും ഈ പറയുന്ന ഒറ്റ പെർഫോമൻസ്. ഈ ഒരു ദിവസം ഇപ്പം പെർഫോം ചെയ്ത 3 വോയിസും ഏറ്റവും കൂടുതൽ ആരാധകരെ കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ് ചെയ്തത്. നന്നായിരുന്നു, അസലായിരുന്നു. അരുൺ സാർ, സാധാരണഗതി ഒരു കലാകാരനാകുമ്പോൾ നമ്മളുടെയൊക്കെ കൊതി എന്ന് പറയുന്നത് ആദ്യം ഗൾഫിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗൾഫ് യാത്രയായിരിക്കും. പക്ഷേ ഗൾഫിൽ നിന്നും കലയെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ ആദ്യം ഒരു വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ ജോലി കളഞ്ഞ വരിക എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പും ജോലി കളഞ്ഞിട്ടുണ്ട്. അതെ, ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, അതും ജോലി കളഞ്ഞിട്ടാണ്. കലയെ സ്നേഹിച്ചുകൊണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അങ്ങ് യോഗ്യനാണ്. ജോലിയിൽ നിൽക്കേണ്ട ആളല്ല. ശരിക്കും പറഞ്ഞ കലയെ സ്നേഹിച്ച ആ ഒരു തീരുമാനത്തിൽ യാതൊരു തെറ്റുമില്ല.
ഇപ്പോൾ കോമഡി ഉത്സവത്തിന് എല്ലാ പ്രേക്ഷകരും ഒരുമിച്ച് പറയും 3 വോയിസും ഗംഭീരമായിരുന്നു. ബിജുനാരായണൻ്റെ വോയിസൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്ന കൂടെ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ബിജുനാരായണൻ്റെ ചെയ്തതിലേക്ക് ഏറ്റവും പെർഫെക്ഷൻ ഇത് ആരും അതെ. ചെയ്ത- അതെ. അല്ലേ? ആനോ വാഷിംഗ് പ്രോഡക്ട്സിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് കോമഡി ഉത്സവം പവർഡ് ബൈ കൈർലി TMT സ്റ്റീൽ ബാസ് ആൻഡ് ഹെൽത്ത് പാർട്ട്ണർ ലയൺ കാശ്മീർ ഹണിയിൽ ഇനി മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. ഹാസ്യത്തിന്റെ പുത്തൻ കൂട്ടുകളുമായി കലാവേദികളുടെ നെഞ്ചകം കീഴടക്കിയ കോമഡി താരം സതീഷ് വെട്ടിക്കവല 20 വർഷമായി കോമഡിയുടെ കുളമ്പടികളുമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് തേരോട്ടം തുടരുന്നു ഈ കൊമേഡിയൻ. തിരുവനന്തപുരം സാരഥി, കോട്ടയം കലാഭാവന, കൊച്ചിൻ കലാഭവൻ തുടങ്ങിയ നിരവധി ട്രൂപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സതീഷ് വെട്ടിക്കവല. ഇപ്പോൾ കോട്ടയം ഹാസ്യഭാവനയുടെ നമ്പർ 1 കോമഡി ബമ്പർ എന്ന പ്രോഗ്രാം ചെയ്യുകയാണ് ഈ ചിരിവല്ലഭൻ. കോമഡി സ്റ്റാർ, ഫിലിം തമാശ തുടങ്ങിയ നിരവധി ഹാസ്യ പരിപാടികളിലും ചിരി സാന്നിധ്യമായി മാറിയ സതീഷ് വാൽക്കണ്ണാടി, സന്മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങിയ നിരവധി സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട്. കോമഡി ലോകത്ത് ചിരിയുടെ ചരിത്രമെഴുതി പടയോട്ടം തുടരുന്ന സതീഷ് വെട്ടിക്കവലയ്ക്ക് കോമഡി ഉത്സവ വേദിയിൽ ആദരവ്. ഷിബു കുഞ്ചറയുടെ ഗ്രൂപ്പിലുള്ള സതീഷ് വെട്ടിക്കവല അല്ലേ? അയ്യോ, ശരിക്കും നിങ്ങളുടെ ആ ഒരു സംഘം മുഴുവൻ, നിങ്ങളുടെ സ്കിറ്റുകളെല്ലാം ഇപ്പോഴും മനസ്സിൽ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. കുറെ താങ്കൾ ചെയ്ത പല കഥാപാത്രങ്ങൾ ഇപ്പൊ കാണുമ്പോൾ മനസ്സിൽ മുന്നിൽ പറയുന്നു. എങ്ങനെയാണ്? 8-12 വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു സ്റ്റേജുകളിൽ. പിന്നെയാണ് കോമഡി സ്റ്റാഴ്സിൽ ഷിബു, ഞാനും അസീസ്, ഷിബു ലബ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോ എങ്ങനെയാണ് മിമിക്രിയിലൂടെ എത്തുന്നത്? ഞാൻ ആദ്യം കോളേജ് കഴിഞ്ഞിട്ട് നാടകത്തിലായിരുന്നു, പ്രൊഫഷണൽ നാടകത്തിൽ 1 വർഷം. ഏതായിരുന്നു ട്രൂപ്പ്? കൊല്ലം ആത്മമിത്ര, കൊച്ചിനി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ട്രൂപ്പിലായിരുന്നു. കബീർദാസ് സാറായിരുന്നു ഡയറക്ഷൻ. 1 വർഷം നാടകം കളിച്ചപ്പോൾ അന്ന് മിമിക്രി സാജൻ പൊള്ളി ചേട്ടൻ്റെ ഒക്കെ ട്രൂപ്പ് പ്രോഗ്രാം കാണുമായിരുന്നു. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച്, ചേട്ടാ എനിക്കൊന്ന് നാടകത്തിൽ നിന്ന് മാറി ഇനി മിമിക്രിയിൽ വരണം. ഇപ്പോൾ ചേട്ടനാണ് എന്നെ കോട്ടയം കലാഭവന എന്ന് പറഞ്ഞ ട്രൂപ്പിൽ KR പ്രസാദിൻ്റെ അതിൽ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ മിമിക്രിയിൽ വരുന്നത്. മിമിക്രി വന്നിട്ട് നേരെ പട്ടാളത്തിൽ പോയി, മിലിറ്ററിയിലായിരുന്നു. മിമിക്രി മിലിറ്ററി ടിനിച്ചേട്ടൻ പറഞ്ഞ കാര്യമാണല്ലോ. പട്ടാളത്തിൽ പോയിട്ട് ബാക്കി പറ. മദ്രാസ് റെജിമെന്റിലായിരുന്നു, MRCയിൽ. എൻ്റെ ചേട്ടൻ പട്ടാളമാണ്, അച്ഛൻ പട്ടാളമാണ്. അങ്ങനെ ഞാനും അങ്ങനെ പോയി. പിന്നെ അവിടെ പോയിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് എന്താണ് ഈ സാങ്കേതിക കാരണങ്ങൾ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? അല്ല, അത് 1.5 വർഷം ചെയ്തത്. ഇപ്പം എനിക്ക് ഇടയ്ക്ക് വെച്ചവിടെ ഒരു അസുഖം വന്നു. അങ്ങനെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. പിന്നെയാണ് ഞാൻ തിരിച്ചു പോയത്, പിന്നെ പോയില്ല. ഷിബു പറയുന്നത് ചാടിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അത് എല്ലാരും ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പട്ടാളത്തിൽ ഈ അസുഖം വന്നെന്ന് പറയണല്ലേ, അത് ഈ മിമിക്രിയുടെ അസുഖം വന്നത്. അന്ന് അവിടെ മിമിക്രി ഒക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെ അവിടെ പിന്നെ മിമിക്രിയിൽ വന്ന് പിന്നെ ഞാൻ ഷിബു ഒരുമിച്ച് കൊച്ചിൻ കലാഭവൻ, കോട്ടയം ഷോലാക്സ്, തിരുവനന്തപുരം സാരഥി, അങ്ങനെ ഒരുപാട് ട്രൂപ്പുകളിൽ പ്രോഗ്രാം ചെയ്തു. ആണല്ലേ? അപ്പോ മിമിക്രി നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സത്യം പറഞ്ഞ പേടിയാണ്. ഒരുപാട് മഹാപ്രതിഭകൾ പോയൊരു തട്ടകമാണ്. ഇപ്പം ഞാൻ സ്കിറ്റൊക്കെയാണ് ചെയ്തത്. എന്നാലും ഞാൻ 2 സംഭവം പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് എന്ന് നിന്റെ മൊയ്തീനിലെ ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ, ഈ മൊയ്തീനായിട്ട് പഴയ കാലത്തെ തിക്കുറിച്ചി സുകുമാരൻ സാറാണ് വന്നിരുന്നെങ്കിൽ എങ്ങനെയാന്ന് ശ്രമിക്കാം. എന്താ പൊന്നു സുതി, ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കല്ല, അതിന് ഏത് കടപത്ത് എത്ര തോണിക്കതിൽ കുത്തിയാലും അവർ തന്നെ ചെയ്യും. നീ ഗുണം പിടിക്കത്തില്ല, നീ മുതിന്ന് തന്നെ പോക്കൂ, നീ മുതിന്ന് തന്നെ. ഇതേ ഡയലോഗ് മലയാളത്തിലെ സുന്ദരനായ വില്ലൻ ശ്രീ KP ഉമ്മർ സാറാണ് മൊയ്തീനായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് നോക്കാം. ശോഭേ, ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടല, അതിന് ഏത് കടവത്ത് എത്ര തോണിക്കരൻ കുത്തിയാലും അവന്മാരെല്ലാം ഞാൻ കൂട്ടബാലകലോത്സവം ചെയ്യും. ഇരുവഴിഞ്ഞി പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന, അവളുടെ അമ്മ കുഞ്ഞമ്മ, അകത്തടത്ത് ഉൾപ്പെട്ട് കിടക്കുന്ന അവളുടെ ഒരേ ഒരു മുത്തശ്ശി, ഇവരെല്ലാം മൊയ്തീന് സ്വന്തം. മൊയ്തീന് വാക്കാണ് ഇഷ്ടം, ഇരുട്ട് വാക്ക് ഓർമ്മയിരിക്കട്ടെ. ഒരു സംഭവമുണ്ട്, ഞാൻ ലാലേട്ടൻ്റെ ഫിഗറാണ് ചെയ്യുന്നത് കൂടുതൽ കേട്ടോ. സ്റ്റേജിൽ സൗണ്ട് വല്ലാതെ ചെയ്യാറില്ല. എന്നാലും ലാലേട്ടൻ്റെ 20-ാം നൂറ്റാണ്ടിലൊരു ശബ്ദം, അത് നസീർ സാർ പറഞ്ഞ ആ ശബ്ദം. ബംബയിലുള്ള അയ്യൻ്റെ അധോലോക സുഹൃത്തുക്കളെ,
തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ആ വഞ്ചനയും ചതിയും നമ്മൾ വെച്ച് ഉറപ്പിക്കൂല. എടാ, ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. നീ മന്ത്രിയുടെയല്ല, ഏത് ചക്രവർത്തിയുടെ മകൻ എന്ന് പറഞ്ഞാലും നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടു പോകില്ല. നമ്മളാണ് ഷാഗർ, ഏലിയാസ്, ജാക്കി. ഇപ്പൊ അതിനിടയ്ക്ക് വേറൊരു സാധനം പറഞ്ഞത് കോടതിയിലുണ്ടായ ഒരു കഥ, അത് പറയാം. അത് കോടതിയിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മിമിക്രിയാണ്. നമ്മൾ മിമിക്രിക്കാരനായതുകൊണ്ട് ആ രീതിയിൽ പറയുകയാണ്. അത് ആരെയും വേദനിപ്പിക്കാനോ കളിയാക്കാനോ അല്ല. ഇപ്പം ഈ പഴയ കാലത്തെ താരങ്ങളെ, അത് മധു സാറ്, ജോസ് പ്രകാശ് സാറ്, തിക്കുറിശി സാറ്, അതുപോലെ മറ്റേ ബഹദൂർക്ക, ഇവരെല്ലാം ഒരു കോടതിയിൽ വരുവാണെങ്കിൽ ഇവരുടെ ശബ്ദം ഭയങ്കര ഒരു കുഴകുഴന്നുള്ള ശബ്ദമാണ്. അപ്പം നമ്മൾ മിമിക്രിക്കാർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ കുഴയ്ക്കും. അപ്പോൾ മധു സാറാണ് ജഡ്ജി. അന്ന് അവിടെ ആ കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിധിയാണ്. ഈ സാക്ഷി കുത്തിക്കൊല്ലുന്നത് കണ്ടോ ഇല്ലയോ, നിലാവത്ത് കുത്തിക്കൊല്ലുന്നത് കണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു, അദ്ദേഹം കുത്തിയിട്ടില്ല, ഇതാണ് പറയേണ്ടത്. ഇത് തിക്കുറിശി സാറാണ് പറയേണ്ടത്. ഇത് ചോദിക്കുന്നത് വക്കീല് ജോസ് പ്രകാശ് സാറുമാണ്. അപ്പൊ ആ കോടതിയിൽ നടക്കുന്ന ഒരു സംഭവം, ഇന്നൊരു കേസ് പട്ടികള്, ഇന്നൊരു കേസ് ആ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, കുത്തിക്കൊണ്ട കേസിന്റെ ഭാഗം തന്നെയാണ് എനിക്ക് പോകുന്നത്. എങ്കിൽ ആ സാക്ഷിയെ വിളിക്കൂ, അയാൾ എന്താ പറയുന്നത് എനിക്ക് കേൾക്കണം. ഈ കേസിനെ പ്രതി അഭിനയിപ്പോണ്ട് സാക്ഷിയായി നിങ്ങൾ കഴിഞ്ഞു വരൂ. നിങ്ങൾ കണ്ടിരുന്നോ നിങ്ങളുടെ മകനെ കുത്തിക്കൊല്ലുന്നത്? സത്യം പറയണം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്ത് പുണ്ണാക്കാന്ന് പറഞ്ഞത് എനിക്കൊരു പുല്ലും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല. ഇനിയിപ്പോ ഈ കേസ് വാദിക്കാൻ ഹൈക്കോടതിയിൽ മണിക്കൂറുകൾ തോറും പൈസ മേടിക്കുന്ന ഒരു ജഡ്ജിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, വക്കീലിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം വാദിക്കും. വരൂ, ഞാൻ ഈ കേസിന് ഞാൻ പുല്ല് ഒരു മണ്ണാകട്ടെ മനസ്സിലാവുന്നില്ല. ഈ പുല്ലെല്ലാം വിട്ടിട്ട് വല്ല വാർക്കപ്പണിക്ക് പോലെയാണ് നല്ലത്. ഈ കോടതി എന്നേക്കുമായി പിരിച്ചുവിട്ടിരിക്കുന്നു. പോലെടാ പട്ടികളെ. സതീഷ് വെട്ടിക്കവല അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയി. ഈ പട്ടാളത്തിൽ നിന്ന് പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്നു പുള്ളി. സത്യം, അത് പറഞ്ഞു. പട്ടാളം സിനിമയില് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ജോജു ഞാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പട്ടാളക്കാരായിട്ട് അഭിനയിക്കുക. അപ്പൊ അദ്ദേഹം റെജിമെന്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്, മിലിറ്ററിയിൽ നിന്നാണ്, നമ്മൾ മിമിക്രിയിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അല്ലാണ്ട് ഇഷ്ടമില്ലാതെ നമ്മളിങ്ങനെ ജീവിതകാലം മൊത്തം ഹോമിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് ദൈവം ഒരുക്കി തരും, അത് പ്രാർത്ഥിക്കുക. ഞാൻ പട്ടാളത്തിന്റെ മറയൂര് എപ്പോഴും നമ്മളൊരു ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും സംസാരിക്കും. ഞാൻ അത് വിട്ടുപോയി കേട്ടോ. ശരിയാ, ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഞാൻ മറക്കൂല അതൊന്നും, ഞാൻ ഒരു പ്രാവശ്യം കേട്ടതൊന്നും മറക്കാറില്ല. അപ്പൊ അന്ന് സതീഷ് പറയുകയും ചെയ്തു. പക്ഷെ സതീഷിന്റെ ഈ അവതരണങ്ങളൊന്നും അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം. ആരും ചെയ്യാത്തൊരു സംഭവം, അനിൽ കപൂറിന്റെ പാട്ട്, അതാണ് എനിക്ക് ഏറ്റവും. മിമിക്രിയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഞാനാണത്. ഇപ്പോഴും വേറെ ആരും ചെയ്തിട്ടില്ല. അതെ, അപ്പൊ അതൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല, അതിപ്പോ തടി കൂടി, എനിക്ക് വണ്ണം കുറവായിരുന്നു. അപ്പൊ കറക്റ്റ് അനിൽ കപൂറിന്റെ. എന്നാലും ആ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ അത് പെർഫെക്റ്റ് ആണത്. ശരിക്കും പറയുന്നത് നമുക്ക് അറിയാം, കാരണം പുള്ളി കുറച്ച് വലിയതും കൂടി അറിഞ്ഞ പെർഫെക്റ്റ് അത് തന്നെയാണല്ലേ. അപ്പോ ചേട്ടാ, സതീഷേ നമസ്കാരം ചേട്ടാ. ഒരുപാട് സന്തോഷം. കാര്യം ഒരുപാട് ആരാധകരുള്ള ഒരാളാണ്. കാര്യം വോഡാഫോൺ കോമഡി സ്റ്റാർസിലൂടെ തന്നെ ഒരുപാട് സ്കിറ്റുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ സ്റ്റേജ് ഷെയർ ചെയ്ത ആൾക്കാരാണ്. സീരിയലൊക്കെ ഉണ്ട്. ഇപ്പോൾ സിനിമകൾ നല്ല വേഷങ്ങൾ കിട്ടട്ടെ. എന്തായാലും ഈ വേദിയിൽ വെച്ച് നേരിട്ട് കാണാൻ സാധിച്ചു ഒരുപാട് നാൾക്ക് ശേഷം. പട്ടാളക്കഥയൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞു കേട്ടോ. എന്തായാലും അങ്ങനെയുള്ള രസകരമായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും വന്നു. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, സതീഷിനെ കണ്ടില്ല അല്ലെ സതീഷ് വന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. എന്തായാലും ഇന്ന് ആ കേടങ്ങ് തീർത്തു. സതീഷ് നമസ്കാരം ചേട്ടാ. എത്രയോ എനിക്ക് തോന്നുന്ന എല്ലാ മിമിക്രി ആസ്വദിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് നമ്മൾ കോമഡി സ്റ്റാറിലൂടെയൊക്കെ. നമ്മൾ പലപ്പോഴായിട്ട് കാണാറുണ്ട്, പക്ഷെ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടില്ല. വലിയ സന്തോഷം കാണാൻ കഴിഞ്ഞാലൊക്കെ. ഓൾ ദി ബെസ്റ്റ്. ഒന്ന് വരും. ആനോ വാഷിംഗ്
പ്രോഡക്ട്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, ഒപ്പം നിരവധി ചിരിമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരൻ സതീഷ് വെട്ടിക്കവലയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. ടിൻചേട്ടാ പ്ലീസ്. അപ്പൊ വന്നതിൽ വലിയ സന്തോഷം. ഇനിയും അങ്ങോട്ട് ഒരുപാട് വേദികളും ഒരുപാട് സിനിമകളും ഒക്കെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. വലിയ സന്തോഷം. ഫ്ലവേഴ്സ് ടിവിക്ക് എല്ലാവിധ ആശംസ, വിളിച്ചത് നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക്സ് അലോട്ട്. എല്ലാവരും നല്ലൊരു കൈ ചെയ്തു. ടിൻചേട്ടാ, പ്രജോട്ടാ, ഷാജേട്ടാ, ഉത്സവം കൂടി ഇറക്കട്ടെ. അപ്പൊ അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി.